ശ്രീജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും SDPI വി ശിവൻകുട്ടിയാണ് പിന്തുണച്ചിരുന്നത്. BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവിടെ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കാണോ അതിനെ അതിജീവിക്കാൻ കഴിയുക അവർക്ക് പിന്തുണ എന്ന SDPIയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇതാ CPIM-ഉം വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്തുണ നൽകുന്നതെന്ന് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് 24-നോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശ്രീജിത്ത്? ദിലീപ്, നേമം മണ്ഡലത്തിൽ വളരെ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ SDPI പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള മണ്ഡലമല്ല. എന്നാൽ ആ വോട്ടുകൾ ചിതറിപ്പോകുന്നത് BJPയുടെ ജയത്തിന് ഇടയാക്കുമോ എന്ന ആശങ്ക SDPI നേതൃത്വം കഴിഞ്ഞ കുറേ നാളുകളായി പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും SDPI നേമത്ത് വി ശിവൻകുട്ടിയെ LDF-നെ പിന്തുണച്ചത്. എന്നാൽ 2026-ലും ആ പിന്തുണ ആവർത്തിക്കുമ്പോൾ SDPI സംസ്ഥാന അധ്യക്ഷൻ CP ലത്തീഫ് പ്രകടിപ്പിക്കുന്ന അഭിപ്രായമാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് നേമത്തെ LDF-ന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ CPIM-ഉം അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് തങ്ങൾ വോട്ട് നൽകുന്നത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ SDPIയുടെ വോട്ട് വേണ്ട എന്ന കാര്യത്തിൽ പരസ്യമായി ഒരു നിലപാട് പറയാതെ നിൽക്കുന്ന CPIM-ഉം LDF-ഉം SDPIയുടെ വോട്ട് തേടി അവരുടെ നേതൃത്വത്തെ സമീപിച്ചു എന്ന് പുറത്തു വരുമ്പോൾ അത് നേരത്തെ UDF ആരോപിച്ച, കോൺഗ്രസ് ആരോപിച്ച SDPI CPIM സഹകരണം, ബന്ധം എന്ന കാര്യം സാധൂകരിക്കപ്പെടുകയാണ്. മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, ഇന്ന് ഒരു പ്രസാധകൻ എന്ന മാസികയിൽ SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഫെയ്സി ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട്. ഈ അഭിമുഖത്തിലും നിയമത്തെ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫാസിസ്റ്റ് കക്ഷികൾ ജയിക്കാതിരിക്കാൻ, അധികാരത്തിൽ വരാതിരിക്കാൻ SDPIക്ക് പ്രത്യേക കരുതലെടുക്കുന്നുണ്ട്. എന്നാൽ SDPIയുടെ സഹകരണവുമായി ബന്ധപ്പെട്ട് ചില കക്ഷികൾ സ്വീകരിക്കുന്ന സമീപനം ശരിയല്ല. പ്രധാനപ്പെട്ട BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ എന്തിനാണ് LDF-ഉം UDF-ഉം തമ്മിൽ എതിർക്കുന്നത്? അവിടെ തങ്ങൾക്ക് സഹകരിച്ച് നിന്നുകൂടെ എന്ന ചോദ്യമാണ് ഈ അഭിമുഖത്തിൽ ഫൈസി ചോദിക്കുന്നത്. അതായത് നേമം, മഞ്ചേശ്വരം, പാലക്കാട്, വട്ടിയൂർക്കാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് ഈ നിലവിൽ ജയിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നില്ല, മറിച്ച് പാലക്കാട് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നിടത്ത് CPIM പിന്തുണയ്ക്കട്ടെ എന്നൊരു സമീപനമാണ് ഈ പ്രസാധകൻ മാസികയിലെ അഭിമുഖത്തിൽ SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നത്. അതിന് സമാനമായൊരു സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ CP ലത്തീഫ് 24-നോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM-ഉം LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് SDPI പിന്തുണ നൽകുന്നത് എന്ന് പറയും. നേരത്തെ തീവ്ര ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾക്കെതിരെ ഒരേ സമീപനം സ്വീകരിക്കും, അതിനെ ഒരേ ശക്തിയോടെ എതിർക്കുമെന്ന് പറയുമ്പോഴും ആ എതിർപ്പൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ, പറച്ചിൽ മാത്രമേ ഉള്ളൂ. മറിച്ച് വോട്ടുകാരൻ്റെ കാര്യം എടുക്കുമ്പോൾ ആ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. 4 വോട്ടിന് വേണ്ടി ആരെയും രാഷ്ട്രീയ ചരിത്രം കാണിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴാണ് SDPIയുടെ വോട്ട് തേടി SDPIയെ സമീപിച്ചു എന്ന കാര്യം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ തുറന്നു പറയുന്നത്. ദിലീപ്, SDPI CPIM ബന്ധം എന്ന ആരോപണത്തിനിടെ, UDF ആരോപണത്തിനിടെ ഇതാ ഇപ്പോൾ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നേമത്ത് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ SDPI പിന്തുണയ്ക്കാനുള്ള തീരുമാനം അത് അവിടുത്തെ CPIM-ഉം വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി KM അഷ്റഫിനെ SDPI പിൻവലിച്ചിരുന്നു. അത് മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കും എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് SDPI നേതൃത്വം പിൻവലിച്ചത്. പക്ഷേ KM അഷ്റഫ് LDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇപ്പോൾ ഈ പ്രസാധകൻ എന്ന ആ പ്രസിദ്ധീകരണത്തിൽ SDPIയുടെ ദേശീയ പ്രസിഡന്റ് M ഫൈസി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് മഞ്ചേശ്വരത്തുൾപ്പെടെ ഈ മതനിരപേക്ഷ പാർട്ടികൾക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടത് SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയല്ല, പ്രധാന പാർട്ടികളും ആ നിലയിലുള്ള ചർച്ചകൾ നടത്തേണ്ടതില്ലേ എന്ന ചോദ്യം കൂടി SDPI ദേശീയ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് 24-നോട് പറയുന്നത്, നേമത്ത് LDF-നെ പിന്തുണയ്ക്കാൻ SDPI തീരുമാനിച്ചു, മഞ്ചേശ്വരത്ത് ആരെ പിന്തുണയ്ക്കണം എന്ന കാര്യത്തിൽ ഇനിയും SDPI തീരുമാനമെടുത്തിട്ടില്ല എന്നാണ്. SDPIയുടെ പ്രാദേശിക ഘടകം ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നുണ്ട്. അവിടെ SDPI സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്ന നിലപാടായിരുന്നു പ്രാദേശിക നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ BJPക്കൊപ്പം ചേർന്ന് SDPI സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു
എന്ന ആരോപണവും SDPIയുടെ ദേശീയ പ്രസിഡന്റ് M. ഫൈസി ഉന്നയിക്കുന്നുണ്ട്. അതിനിടെയാണ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ LDFന്റെ പിന്തുണ സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.